ഞാൻ വീഴും. അപ്പം ഞങ്ങളുടെ ഈ സ്ഥാപനത്തോട് കൂടി സഹായിച്ച എല്ലാവർക്കും, പ്രത്യേകിച്ച് രക്ഷാകർക്ക്, പിന്നെ നമ്മുടെ കുഞ്ഞുങ്ങൾക്ക്, പിന്നെ നമ്മുടെ ടീച്ചേഴ്സിൻ്റെ പേര് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ഞങ്ങളുടെ ഈ ടീമിനോടൊപ്പം ഉണ്ടായിരുന്ന എല്ലാവർക്കും എൻ്റെ നന്ദി അർപ്പിക്കുന്നു. അപ്പോൾ ഇനി മുന്നോട്ടുള്ള നമ്മുടെ വരപ്രതയുടെ മുന്നോട്ടുള്ള യാത്രയിൽ എല്ലാവരും കൂടെ ഉണ്ടാകണമെന്ന് ഞാൻ വിനീതപൂർവ്വം അഭ്യർത്ഥിക്കുന്നു. അപ്പോൾ ഒന്നാം വാർഷികാഘോഷം എന്താ പറയുക, ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായി ഞാൻ അറിയിക്കുന്നു. ഓക്കെ, അപ്പോൾ ഞാൻ ജ്യോതി സാറിനെ ക്ഷണിക്കുകയാണ്. നമുക്ക് എല്ലാവരും കൂടെ കട്ട് ചെയ്യാം. ഓക്കെ, എല്ലാവരും കൂടെ ടീച്ചേഴ്സും എല്ലാവരും കൂടെ നമുക്ക് കട്ട് ചെയ്യാം കേക്ക്. എല്ലാവരും പിള്ളേരെല്ലാം ഒരു മ്യൂസിക് സ്കൂൾ തുടങ്ങുക, അതിന് മ്യൂസിക് സ്കൂളിൽ 1ാം വാർഷികം ആഘോഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഏകദേശം ഒരു 10 ടീച്ചർ വരും. ഏകദേശം ഞങ്ങളെല്ലാം തന്നെ ഒരു 10-20 വർഷക്കാലം, ടീച്ചർക്ക് അതിന് മുമ്പേ തന്നെ 20 വർഷക്കാലമായിട്ടെങ്കിലും ഞാൻ ഈ മ്യൂസിക് ഫീൽഡിൽ, അതായത് സംഗീതത്തിന്റെ ആ ഒരു പാതയിൽ സഞ്ചരിക്കുന്ന ആളായതുകൊണ്ട് ഒരു സ്ഥാപനം തുടങ്ങാനും അതിനോട് അനുബന്ധിച്ചുള്ള പല കാര്യങ്ങളും സംഘടിപ്പിക്കാനും അതുപോലെ തന്നെ അതിന് വേണ്ട ചില കാര്യങ്ങൾ ചെയ്യാനും ഒക്കെ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. പ്രത്യേകിച്ച് ഈ കോവിഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് ഭയങ്കരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ ഇതിന് ഈ സ്കൂളുകൾ, മ്യൂസിക് സ്കൂളുകൾ തുടങ്ങാനും, പിന്നെ ഈ ഭാഗത്തൊക്കെ തുടങ്ങുമ്പോൾ തന്നെ ഭയങ്കരമായ ഭീമമായ വാടകകളും അങ്ങനത്തെ പ്രശ്നങ്ങൾ, സെക്യൂരിറ്റി അങ്ങനെയൊക്കെ ഉണ്ട്. പക്ഷെ എങ്കിലും നമുക്ക് അതിനെല്ലാം തരണം ചെയ്തുകൊണ്ട് ഇതുപോലെ സാർ ഇങ്ങനൊരു ആശയം പറഞ്ഞു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാം അതിനോട് സഹകരിക്കാൻ തയ്യാറായി. ഇപ്പം ഞാൻ ഡാൻസിന് ടീച്ചറിനെ വിളിച്ചു. അപ്പോൾ ടീച്ചർ വളരെ സന്തോഷത്തോടു കൂടി അതിനെ ഇതാക്കി. പിന്നെ സാറൊക്കെ ഗിറ്റാറിന്റെ സാറിനെ വിളിച്ചു. അപ്പൊ ഇത് എന്ന് വെച്ചാൽ ഒരു സ്ഥാപനം, തുടങ്ങിയ ഒരു സ്ഥാപനത്തിലേക്ക് അധ്യാപകർ വരിക എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ചില പ്രായോഗികമായ ബുദ്ധിമുട്ടുകളുണ്ട്. ഈ സ്കൂൾ എങ്ങനെ ആയിരിക്കാം, ഭാവിയിലേക്ക് എങ്ങനെ ആയിരിക്കാം, അല്ലെങ്കിൽ എങ്ങനാകും, കുട്ടികൾ വരുമോ, കുട്ടികൾ കാണുമോ എന്നൊക്കെയുള്ള, ഇപ്പൊ ഒത്തിരി കുട്ടികളുള്ള ഒരു സ്കൂളിലേക്കാണെങ്കിൽ നമുക്ക് പലപ്പോഴും അല്ലെങ്കിൽ സാർമാർ ആകർഷകരാകും, അധ്യാപകർ ഇങ്ങോട്ട് വന്ന് ചോദിക്കാം. പക്ഷെ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങുമ്പോൾ നമുക്ക് അതിൻ്റെതായ ബുദ്ധിമുട്ടുകളുണ്ട്. കാരണം ഒരു അധ്യാപകനോട് നമ്മൾ പറയുമ്പോൾ പെട്ടെന്ന് നമുക്ക് കേൾച്ചിട്ട് നമുക്ക് ഇത്ര കുട്ടികളുണ്ട്, 2 കുട്ടികളുള്ള വരാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പലരും അതിനെ ഒന്ന് നമ്മളെ നിരുത്സാഹപ്പെടുത്തും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാറേ 2 കുട്ടികളെ വെച്ച് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ള രീതിയിൽ നമ്മളോട് പറയാറുണ്ട്. പക്ഷെ നമ്മുടെ ഒരു ഭാഗ്യം എന്നുള്ള രീതിയിൽ ഞാൻ മനോസാറിന്റെ കൂടുതൽ എപ്പോഴുള്ള ഒരു സന്തത സഹചാരി എന്നുള്ള രീതിയിൽ നമ്മളിവിടെ വിളിച്ചപ്പോൾ തന്നെ സാറൊക്കെ എന്താണെങ്കിലും നമുക്ക് ഒന്ന് നോക്കാം, ഇതിന്റെ ഒരു രീതിയിൽ നമുക്കൊന്ന് എങ്ങനെയാണ് ഇതിന്റെ രീതികൾ നോക്കാം എന്നുള്ള രീതിയിൽ ഒരു മടിയും കൂടാതെ എല്ലാ അധ്യാപകരും നമുക്ക് ഇവിടെ വന്നു. പിന്നെ നമ്മുടെ വിദ്യാർത്ഥികൾ എല്ലാവരും പ്രായഭേദമന്യുള്ള വിദ്യാർത്ഥികൾ നമുക്കിവിടെ എല്ലാവർക്കും ഉണ്ട്. എനിക്കുണ്ട്, ഡാൻസ് പഠിക്കാനുണ്ട്, അതുപോലെ പാട്ട് പഠിക്കാൻ തന്നെ ഒത്തിരി മുതിർന്ന ആളുകൾ ഇവിടെ വന്നു പോകുന്നുണ്ട്. രാവിലെയൊക്കെ ഒരു 4-5 പേരുണ്ട്, സ്ത്രീകളുണ്ട്, പുരുഷന്മാരും ഒക്കെ വരുന്നുണ്ട്, കുട്ടികളും. അപ്പൊ ഇത് രക്ഷകർത്താക്കളും പൊതുവെ വിദ്യാർത്ഥികളും എല്ലാവരും മനസ്സിലാക്കാനുള്ളത്, അധ്യാപകരൊപ്പം ഞാനൊപ്പം പറയാണ്, മനസ്സിലാക്കാനുള്ളത് നമ്മൾ ഇതുപോലൊരു സ്ഥാപനം തുടങ്ങി വെച്ചതിന് ശേഷം അതിന് മുന്നോട്ടുള്ള പോക്ക് വളരെ ഇപ്പോഴത്തെ കാലത്ത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. കാരണം എന്ന് വെച്ചാൽ എല്ലായിടത്തും സ്കൂളുകളുണ്ട്. ഒത്തിരി ഇപ്പം മ്യൂസിക് കോളേജ് ഇറങ്ങുന്നവരാണല്ലോ, അല്ലാത്തവരാണല്ലോ, അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ നിങ്ങളുടെ എല്ലാവരുടെയും വളരെ അകമഴിഞ്ഞ ഒരു സഹകരണമാണ് നമ്മൾക്ക് ആവശ്യം. നമുക്ക് എന്തൊക്കെ ബുദ്ധിമുട്ടുകൾ തരണം ചെയ്യേണ്ടി വന്നെന്ന് പറഞ്ഞാലും നമ്മൾ അതിനെ അതിജീവിക്കുക എന്നുള്ളത് മാത്രമേ ഇപ്പോഴത്തെ കാലത്ത് നമുക്ക് ചെയ്യാനുള്ളൂ. അതിനനുസരിച്ചുള്ള അധ്യാപകരെയാണ് നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്നതെന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ടീച്ചറിനെയൊക്കെ എനിക്കും അറിയാം, മറ്റേ അധ്യാപകരെയൊക്കെ ഞാൻ ഇവിടെ വന്ന് കണ്ട് പരിചയപ്പെട്ട് വരുന്നത് കൊണ്ട്. അപ്പൊ ഏതായാലും നമുക്ക് ഇങ്ങനെ ഒരു ഈശ്വരൻ ഒരു മഹാഭാഗ്യം തന്നിരിക്കുകയാണ്. നമ്മൾക്ക് ഒരു സ്ഥാപനം തുടങ്ങിയിട്ട് പല സ്ഥാപനങ്ങളും ഇതിന് മുമ്പേ തന്നെ തുടങ്ങിയിട്ട് ഒരു 6 മാസമൊക്കെ ആകുമ്പോഴത്തേന് എല്ലാവരും ഇട്ടിട്ട് പോയ പല സ്ഥാപനങ്ങളായിരിക്കും. ഞാൻ പഠിപ്പിച്ചുകൊണ്ടിരുന്ന സ്ഥാപനങ്ങൾ വരെ വെള്ളായണിയിലുള്ള 3 സ്ഥാപനങ്ങളാണ് കൂട്ടിപ്പോയത് ഇതിനിടയ്ക്ക്. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടികളെ കിട്ടാനില്ല, അല്ലെങ്കിൽ അങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ അതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ട് നമുക്ക് സാറൊക്കെ പറഞ്ഞു ജഗദീശ്വരന്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമ്മൾ ഇപ്പോൾ വരപ്രദ മ്യൂസിക് സ്കൂളിന്റെ ഫസ്റ്റ് ആനിവേഴ്സറി നമ്മുടെ ജിഞ്ചിലങ്ങളുടെ കൂടെ നമ്മൾ ആഘോഷിക്കുകയാണ്. എല്ലാവരും വാ വാ വാ
നിങ്ങളൊക്കെ മാറിയിരിക്കുന്നത് നിങ്ങള് അതെ 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 ഇപ്പൊ അത് അതാണ് ഞാൻ പറയുന്നത്. കാരണം ഇപ്പൊ ഈ വർഷം നമ്മൾ ഇങ്ങനെ ആക്കിയത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഞാൻ പറഞ്ഞില്ലേ എല്ലാവരും വിളിച്ചിട്ട് തന്നെ വന്നിട്ടില്ല. കുറച്ച് ഒരുപാട് പേര് വന്നിട്ടില്ല. അവർക്ക് എന്താ വെച്ചാൽ കുറച്ച് പ്രായോഗികമായ ബുദ്ധിമുട്ടുകൾ നമ്മളോട് പറയുകയുണ്ടായി. അപ്പൊ നമുക്ക് അതിനെ പെട്ടെന്ന് കയറി അങ്ങനെ അവരോടൊന്നും പറയാൻ പറ്റില്ല. അപ്പൊ ഏതായാലും അടുത്ത വർഷത്തേക്ക് നമുക്ക് കുറച്ച് പ്രോഗ്രാംസ് ഒക്കെ വെച്ച് നമ്മൾ അടുത്ത വർഷം വിപുലമായ രീതിയിൽ നമുക്ക് ആഘോഷിക്കണമെന്നാണ് നമ്മുടെ ആഗ്രഹം. അത് ഉറപ്പായിട്ട് നടക്കുകയും ചെയ്യും. കാരണം വെച്ചാൽ നമ്മുടെ ഉദ്ദേശം വേറൊന്നുമല്ല, ആൾക്കാരിലേക്ക് സംഗീതം അറിയണം, അല്ലെങ്കിൽ നൃത്തം അറിയണം, അല്ലെങ്കിൽ കലകൾ അറിയണം, കല പഠിക്കാൻ താല്പര്യമുള്ള കുട്ടികളിലേക്കും പൊതുവെ കുട്ടികളെ മാത്രമല്ല പ്രായഭേദമന്യേ എല്ലാവർക്കും സംഗീതം പകർന്നു കൊടുക്കുക എന്നുള്ളൊരു ഉദ്ദേശം മാത്രമാണ് നമുക്കുള്ളത്. അല്ലാതെ ഇതിൽ നിന്ന് മൊബൈൽ ലാഭം ഉണ്ടാക്കി നമുക്ക് ചെയ്യാനോ അങ്ങനെയൊന്നുമില്ല. അപ്പോൾ അങ്ങനെ ഒരു ഉദ്ദേശത്തിലാണ് നമ്മൾ തുടങ്ങിയിരിക്കുന്നത്. ഏതായാലും ഈ ഫസ്റ്റ് ആനിവേഴ്സറിക്ക് നമ്മൾ ഇപ്പോൾ കേക്ക് മുറിക്കാൻ പോവാണ്. മുറിക്കണ്ടേ? അത് ആദ്യമേ നാക്കൊക്കെ ആയിട്ട് അപ്പൊ നമ്മളെല്ലാരും കൂടെ ചേർന്ന് നിങ്ങൾ മാറി എല്ലാരും സാറ് മുറിച്ചോളൂ സാറ് മുറിച്ചോളൂ. എല്ലാവരുടെയും സമ്മതത്തോടു കൂടി നമ്മൾ അടുത്ത വർഷം നമ്മൾ കേക്ക് മുറി അല്ലാതെ പല